ചേട്ടായിമാരെ ഇത് വന്നിട്ട് നമ്മുടെ കണ്ണനൂരിന്ന് അമ്പാടെത്തുന്നതിന് മുന്നേ അല്ലേ? കണ്ണനൂർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ പിന്നെ പല്ലഞ്ചാത്തൂർ റോഡിൽ ഈ റോഡിൻ്റെ ദയനീയാവസ്ഥയാണ് കാണുന്നത്. നമ്മുടെ മന്ത്രിമാരെല്ലാവരും ജയിച്ചൊക്കെ പോയി കാര്യം, പക്ഷെ ഒരു മനുഷ്യൻ്റെ കുട്ടികൾ ഇവിടെ വന്നിട്ടില്ല. പക്ഷേ റോഡൊക്കെ വന്നിട്ട് കിടക്കണ കോലം കണ്ടല്ലോ, ശരിക്കും വെള്ളം കയറി കഴിഞ്ഞാൽ ഒട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരിക്കും റോഡിൻ്റെ മുൻവശത്തുള്ളൊരു അച്ഛനാണ് കഴിഞ്ഞാൽ കറക്റ്റായി പറഞ്ഞത്. അതൊക്കെ പറഞ്ഞു ഇത് വന്നിട്ട് കംപ്ലീറ്റും പൈപ്പിലേക്കും ഇതൊക്കെ ആയിട്ടാണ് സംഭവം വെള്ളം വരുന്നത്. അത് മാത്രമല്ല എല്ലാവരും ഈ MLA അടക്കം ഇതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അയാളുടെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അതിൻ്റെ മുന്നിലുള്ള ആൾക്കാർ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഇത് ടാർ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് ജനുവരി മാസത്തിൽ. പക്ഷെ റോഡ് നേരെയാക്കാന്ന് പറഞ്ഞിട്ട് 6 വർഷമായി. പൈസയൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് ഇന്നേ വരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് ഇനി എന്ത് ചെയ്യുന്നുള്ളൂ അറിയില്ല. ഇപ്പോൾ പാച്ച് വർക്ക് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇനി ചെയ്താലേ കണ്ടു കാണാൻ പറ്റും. അങ്ങനെയാണ് അവസ്ഥ. ഇപ്പോൾ ആളുകൾക്ക് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ ഇവിടെ? ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്കത് എത്രണ്ണം വീണിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കലും പിടിക്കലും ഇതൊക്കെ ആയിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഉള്ള അവസ്ഥയാണ്. ഇവിടെ ഫുള്ളായി കയറി ഇതിനും വെച്ച് ബുദ്ധിമുട്ടല്ലേ വണ്ടി പോകാൻ? വെള്ളം കയറിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പൈപ്പിലേക്ക് കൊണ്ടാണ് ഈ വെള്ളം ഉള്ളത്. മഴ പെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഒത്തിരി വെള്ളമാണ്. ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വെട്ടിവിടുകയാണ് ചെയ്യുക. വെട്ടിരിക്കുന്ന ആ സൈഡ് ചാല് കാണില്ലേ? കാണുക പറഞ്ഞാൽ അവിടെ പൊക്കവും ഇവിടെ താഴ്ചയാണ്. അപ്പോൾ വെട്ടിവിട്ടാലും കാര്യമായിട്ട് വെള്ളം പോകില്ല. ഈ റോഡിൽ തന്നെ തളങ്ങിട്ട് നിൽക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ വന്ന് ചെയ്യുന്നുള്ള ഉറപ്പുണ്ട്? അപ്പോൾ തൽക്കാലം ഉറപ്പില്ല, പറച്ചലുണ്ട്. ചെയ്താലേ ചെയ്തു പറയാൻ പറ്റും. പറയാൻ തുടങ്ങിയിട്ട് എത്രയായി ഇപ്പോൾ ഏകദേശം? ഇത് റോഡ് നേരെയാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കല്ലൊക്കെ ഇട്ടിട്ട് ഇതായി. പക്ഷെ അതിന്റെ ഭാവമൊന്നും കാണാനില്ല. കാരണം മരം മുറിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ജനുവരി 5-ാം തീയതി ടാറിങ് ചെയ്യണമെന്നാ പറഞ്ഞത്. അതായത് പാച്ച് വർക്ക്. അത് പിന്നെ അവര് ചെയ്യോ ചെയ്യില്ല പറയാൻ പറ്റില്ല. ചെയ്താലാണ് കണ്ടു കാണാൻ പറ്റുള്ളൂ. അവര് മഴ അവർക്ക് കണ്ണ് ചിലപ്പോ വയസ്സായവർക്ക് കണ്ണ് പ്രശ്നമല്ലോ. അവര് മഴയിൽ വീണ് അയ്യോ ഞങ്ങൾക്ക് വല്ലാത്ത കഷ്ടം. വീണ് കഴിഞ്ഞ് വയസ്സായ അവര് കണ്ണ് മക്കളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത് എന്നിട്ടാണ് അതിനെ അയച്ചു വിടുന്നത്. അപ്പോൾ മുട്ടിയിട്ടും ചിരകിയിട്ടും പൊട്ടിയിട്ടും കഷ്ടമാണ് റോഡിന്റെ അവസ്ഥ. ഒരുപാട് എത്ര വൈകുന്നേരമായി ഒരുപാട് പേര് വീഴാറുണ്ട്. പെൺകുട്ടികളായിക്കോട്ടെ പാവങ്ങളത് വീണ ശരീരത്തെ വീണ് അങ്ങനെയൊക്കെ ആയി അവർ എണീറ്റ് പോകാറുണ്ട്. പിന്നെ നമ്മൾ എന്താ ഒരു കൊല്ലം ആവും തോന്നുന്നു. ആയി ഒരു വ്യവസ്ഥ. നമ്മൾ എല്ലാവരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവലാതി അവരാരും കേൾക്കലില്ല. മുന്നിൽ നമ്മുടെ 24 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൃഷി മഹാരാജാലി ഞാൻ 24 സംസാരിച്ചത്. നമ്മുടെ ആരാണ് എന്താ പേര്? രാഹുൽ മാങ്കൂട്ട്, ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഇതാകുമ്പോ ഇവിടെ അത്ര ഇതായിട്ടില്ല കേട്ടോ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴാണ് റോഡ് മോശം. അതിപ്പോ ഇലക്ഷന്റെ അപ്പോഴല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് ഉണ്ടായത്. അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല, രാഹുലിനെ പറയാൻ പറ്റില്ല. രാഹുൽ ശരിയാക്കി തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതിന് രാഹുലിനെ ഒന്ന് എന്താന്നുള്ളത് ഒന്ന് പറഞ്ഞ് കാണണമെന്നല്ല, കാണണം. ഒരു വയസ്സായ ആളെ കഴിഞ്ഞ ആഴ്ച ഒരു വയസ്സായ അപ്പൂപ്പൻ മടയിൽ വീണും കൊണ്ട് എന്തോ നമ്മുടെ വണ്ടി വന്നുകൊണ്ട് ഉമ്മർത്ത് നിന്നിട്ട് ആ ലൈറ്റ് വെളിച്ചത്തിൽ അയാൾ മടയിൽ കിടക്കും. രാത്രി 7-8 മണിക്ക്. പിന്നെ ആ ലൈറ്റ് വെളിച്ചത്തിൽ അയാൾ മടയിൽ കിടക്കാണ്. അതെങ്ങനെ അബദ്ധവശാൽ വേറെ വണ്ടികൾ വല്ലതും വന്നതാണ് അയാൾ അതിൽ പെട്ടു. ഇവരപ്പോഴേക്ക് മക്കൾ കണ്ട് ഓടിപ്പോയി അയാളെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ എന്താണ് നമ്മുടെ അമ്പാടിന്റെ അപ്പുറം തച്ചങ്കാടുള്ള ആളായി. എന്നിട്ട് ഇവിടെ ചെയറിൽ കൊണ്ട് ഇരുത്തി അയാളിനെയൊക്കെ കഴുകി ചളി കുളിച്ച് കിടക്കുകയല്ലേ. പിന്നെ ആ ഫോൺ നമ്പർ എന്തോ അയാൾ രാത്രിയിൽ പറഞ്ഞു, മക്കളുടെ അടുത്ത് പറയുന്നു കേട്ടു. പിന്നെ ആ ഫോണിൽ വിളിച്ച് പിന്നെ അവരെ കുടുംബക്കാർ വന്ന് മരുമോൻ ആരോ ഉണ്ടായിരുന്നു. അയാളുടെ മോള് ആശുപത്രിയിൽ അഡ്മിറ്റാണ് പ്രസവത്തിന്. അപ്പോൾ ആ സമയത്ത് അപ്പോഴാണ് മരുമകൻ പിന്നെ ഓട്ടോ എടുത്തതെന്ന് അയാളിനെ. എന്നിട്ട് അമ്മ നല്ല ഉപകാരം കേട്ടോ, ഈ ചെയ്തത് ഒരിക്കലും മറക്കില്ല എന്നിട്ട് അവർ പറയുന്നിട്ടാണ് അയാൾ മക്കളെ പോയത്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. അതെന്ത് തന്നെയാണെങ്കിലും ഇത് നമ്മൾക്ക് ആദ്യം ഉടനടി
ഇതിനൊരു പ്രതിവിധി കാണണം. ഞാനിപ്പോൾ ശരിക്കും ചേട്ടായി കുറേ ദിവസമായി നമ്മളിത് വിചാരിക്കണം. ഞാനും നാഴിക്ക് 40 വട്ടം ഡെയിലി പോകുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് റോഡ് കാണുമ്പോൾ ഭയങ്കര ഇന്നാണ് എനിക്കിവിടെ ഈ കുറ്റിയും കാര്യങ്ങളും റോഡ് സൈഡിൽ മറ്റേ എന്താ പറയുക മറ്റേ ചെടിയൊക്കെ കുത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നിയാണ് ഈ ഇത്രയും അതപ്പതിച്ച ലെവലിൽ ആയടപ്പാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു. നമ്മളും ഡെയിലി ചാടി മറിച്ചിട്ടാണ് ഇതിൽ പോവുക. ഇതിൽ വെള്ളം കൂടി കയറുന്ന സമയത്ത് വണ്ടി തീരെ പോകാൻ പറ്റാണ്ട് ഇങ്ങനെ അനങ്ങി പിടിച്ച് ചില ചേച്ചിമാർ വന്നിട്ട് ബാലൻസ് ഇല്ലാതെ വീടില്ലേ എത്ര വെക്കും എന്ന് വിചാരിക്കണു. ഇനി 5-ാം തീയതി എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ വീടിൻ്റെ ഉമ്മർത്താണ് ഈ കാണുന്നത്. ഇത് വീടിലും പിടിക്കലും കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ ഇവിടെ ആളുകൾ പെട്ടെന്ന് പിടിക്കലും കയറ്റലും എടുത്തു നിർത്തലും കാര്യങ്ങളൊക്കെ കാണുന്നത് അവരൊക്കെ തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ അതിന്നൊരു മോചനം കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്.